വെൽക്കം ടു അനദർ ലൈവ് സെഷൻ ഫ്രം ടിജൂസ് അക്കാഡമി. നമ്മൾ IELTSൻ്റെ റൈറ്റിംഗ് ലൈവാണ് ഇന്ന് നോക്കുന്നത്. സോ IELTS റൈറ്റിംഗ് ടാസ്ക് 2ൽ ഹൗ യു ക്യാൻ ഇംപ്രൂവ് യുവർ ബാൻഡ് സ്കോർ. ദാറ്റ് ഈസ് വാട്ട് വി ആർ ഗോണ ഡിസ്കസ്. നമുക്ക് എങ്ങനെ നമ്മുടെ ഒരു ബാൻഡ് സ്കോർ 6.5ൽ നിന്ന് ഇൻക്രീസ് ചെയ്യാനായിട്ട് സാധിക്കും. സോ ആസ് ഐ നോ ടുഡേ ഈസ് ക്രിസ്മസ്. ഇന്ന് ക്രിസ്മസ് ആണ്, എല്ലാവരും തിരക്കായിരിക്കുമെന്ന് എനിക്കറിയാം. ബട്ട് സ്റ്റിൽ ഇഫ് യു ആർ പ്രിപ്പയറിംഗ് ഫോർ IELTS എക്സാം യു നീഡ് ടു ഫൈൻഡ് സം ടൈം. നിങ്ങൾ കുറച്ച് സമയം കണ്ടെത്തി കംപ്ലീറ്റ് ആയിട്ട് സെലിബ്രേഷനിലേക്ക് പോവാതെ ഒരു കുറച്ച് സമയമെങ്കിലും ആ ഒരു കാര്യത്തിൻ്റെ പ്രിപ്പറേഷന് വേണ്ടിയിട്ട് മാറ്റിവെക്കുക. ഓക്കെ, സോ ഇഫ് യു ആർ സ്റ്റക്ക് അറ്റ് 6.5, നിങ്ങൾ ഓൾറെഡി എക്സാം എഴുതിയിട്ടുള്ള ഒരാളാണ്, നിങ്ങൾ 6.5ൽ തന്നെ ഇപ്പോഴും സ്റ്റക്ക് ചെയ്ത് നിൽക്കുന്നു, എന്തുകൊണ്ടാണ് നിങ്ങളുടെ ബാൻഡ് സ്കോർ ഇൻക്രീസ് ചെയ്യാത്തത് എന്നൊരു കൺഫ്യൂഷൻ നിങ്ങൾക്കുണ്ടെങ്കിൽ you definitely need to watch this video because by this method you can improve your score. നിങ്ങൾക്ക് 6.5ൽ നിന്ന് നിങ്ങളുടെ സ്കോർ ഇൻക്രീസ് ചെയ്യാനായിട്ട് സാധിക്കും. ചെറിയ ചെറിയ ടിപ്സ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ നമ്മുടെ സ്കോർ ഇൻക്രീസ് ചെയ്യേണ്ടത്. ബിക്കോസ് യു ഓൾറെഡി ഹാവ് നോളജ്, നിങ്ങൾക്ക് ഓൾറെഡി നോളജ് ഉണ്ട്, ഓൾറെഡി ലാംഗ്വേജ് ഉണ്ടാകാം, ബട്ട് യു ആർ സ്റ്റിൽ സ്റ്റക്ക് അറ്റ് 6.5. ആ ഒരു കേസിൽ ഹൗ യു ക്യാൻ ഇംപ്രൂവ് യുവർ സ്കോർ അപ് ടു എ 7 ഓർ ആൻ 8 ബാൻഡ്, നിങ്ങൾക്ക് എങ്ങനെയാണ് ഇൻക്രീസ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. സോ ടുഡേ വി വിൽ ഡിസ്കസ് അബൌട്ട് ഹൗ യു ക്യാൻ കൺക്ലൂഡ് യുവർ ബോഡി പാരഗ്രാഫ്. നിങ്ങൾക്ക് നിങ്ങളുടെ ബോഡി പാരഗ്രാഫ് എങ്ങനെ കൺക്ലൂഡ് ചെയ്യാം. പലരും ബോഡി പാരഗ്രാഫ് കൺക്ലൂഡ് ചെയ്യാതെ തന്നെ നെക്സ്റ്റ് ഐഡിയയിലേക്ക് അല്ലെങ്കിൽ നെക്സ്റ്റ് പാരഗ്രാഫിലേക്ക് പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ബട്ട് യു ഹാവ് ടു കൺക്ലൂഡ് യുവർ ബോഡി പാരഗ്രാഫ്. നിങ്ങളൊരു ബോഡി പാരഗ്രാഫിൽ നിങ്ങളുടെ ഒരു ഐഡിയ ജനറേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ നിർബന്ധമായിട്ടും, ഇറ്റ്സ് മസ്റ്റ്, നിങ്ങൾ നിർബന്ധമായിട്ടും നിങ്ങളുടെ ബോഡി പാരഗ്രാഫ് കൺക്ലൂഡ് ചെയ്തിട്ടുണ്ടാവണം. ചിലർ കൺക്ലൂഡ് ചെയ്യാറുണ്ട്, ബട്ട് ദർ ആർ സം മിസ്റ്റേക്സ് ഇൻ ദാറ്റ്. നിങ്ങൾ ഓൾറെഡി കൺക്ലൂഡ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ കൂടിയും അതിനകത്തുണ്ടാവുന്ന മിസ്റ്റേക്സ് എന്താണ്, അതിലെന്ത് ചേഞ്ച് വരുത്തിയാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ബാൻഡ് സ്കോർ ഇൻക്രീസ് ചെയ്യാനായിട്ട് സാധിക്കും. ദാറ്റ് വിൽ ബി ഡിസ്കസ്ഡ് ഇൻ അവർ സെഷൻ. ഓക്കെ, ഗുഡ് ആഫ്റ്റർനൂൺ ഷാലു. ഓക്കെ, സോ ടുഡേ വി വിൽ ബി ഡിസ്കസിങ് അബൌട്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇന്ന് എന്താണ് ഹെൽപ്ഫുള്ളായിട്ട് ഇന്ന് ഈ ഒരു സെഷനിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുക എന്നുള്ളത്. സോ ഹൗ യു ക്യാൻ എക്സ്റ്റെൻഡ് ആൻഡ് കൺക്ലൂഡ് യുവർ ഐഡിയാസ്. നിങ്ങൾക്ക് നിങ്ങളുടെ ഐഡിയാസ് എങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്യാം, അല്ലെങ്കിൽ ആ ഒരു ഐഡിയാസ് എങ്ങനെ നിങ്ങൾക്ക് കൺക്ലൂഡ് ചെയ്യാം. ആൻഡ് ദെൻ യു ക്യാൻ ലിങ്ക് ഐഡിയാസ് മോർ എഫക്റ്റീവ്ലി. നിങ്ങളുടേതായിട്ട് ജനറേറ്റ് ചെയ്യുന്ന ഐഡിയാസിനെ എങ്ങനെ പ്രോപ്പറായിട്ട് ലിങ്ക് ചെയ്യാം. ബിക്കോസ് ആസ് യു ഓൾറെഡി നോ, നമുക്ക് കൊഹിറൻസ് ആൻഡ് കൊഹിസിഷൻ എന്ന് 2 ഫാക്ടേഴ്സ് ഉണ്ട്. ഇതിൻ്റെ ബേസിസിലാണ് നിങ്ങൾക്ക് ബാൻഡ് സ്കോർ കിട്ടുന്നത്. ഇറ്റ് ഈസ് വൺ ഓഫ് ദ അസസ്മെൻറ്റ് പാരാമീറ്റേഴ്സ്. അപ്പോൾ ഈ ഒരു ഫാക്ടർ നിങ്ങൾ എത്രത്തോളം ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഇത് എങ്ങനെ നിങ്ങൾ കണക്റ്റിംഗ് വേർഡ്സ് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്കിതിനെ ലിങ്ക് ചെയ്യാനായിട്ട് സാധിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു സ്കോർ എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കും. ദെൻ യൂസ് എ വൈഡർ റേഞ്ച് ഓഫ് ഗ്രാമർ. ദാറ്റ് ഈസ് ഗ്രാമാറ്റിക്കൽ സ്ട്രക്ചർ അല്ലെങ്കിൽ ഗ്രാമാറ്റിക്കൽ സെൻറ്റൻസ് സ്ട്രക്ചറിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട് നിങ്ങളുടെ റൈറ്റിങ്ങിൽ. സോ ഹൗ യു ക്യാൻ ഇൻക്രീസ് യുവർ സ്ട്രക്ചർ, ആ ഒരു ഗ്രാമാറ്റിക്കൽ റേഞ്ച് നിങ്ങൾക്ക് എങ്ങനെ ഇൻക്രീസ് ചെയ്യാനായിട്ട് സാധിക്കും. ഈ ഒരു 3 ഫാക്ടേഴ്സാണ് ഇന്നത്തെ നമ്മളുടെ വീഡിയോയിൽ, അല്ലെങ്കിൽ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഈ ഒരു 3 സെഷനെ അഫക്റ്റഡ് ആവുന്ന ഒരു ടിപ്പാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, സോ ദിസ് ഈസ് ആൻ എക്സാമ്പിൾ ഫോർ ആൻ എസ് എ പ്രോംപ്റ്റ്. ഒരു എസ് എക്കുള്ള ഒരു എക്സാമ്പിളാണ് ഈ കൊടുത്തിട്ടുള്ളത്. ദർ ഈസ് ആൻ ഇൻട്രൊഡക്ഷൻ പാരഗ്രാഫ്. ഫസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പാരഗ്രാഫ് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ദെൻ ദർ ഈസ് എ ബോഡി പാരഗ്രാഫ്, ഒരു ബോഡി പാരഗ്രാഫ് ഉണ്ട്. ആൻഡ് ആഫ്റ്റർ ദാറ്റ് ദർ ഈസ് എ സെക്കൻഡ് ബോഡി പാരഗ്രാഫ്. ഒരു ഫസ്റ്റ് ബോഡി ഉണ്ട്, ഒരു സെക്കൻഡ് ബോഡി ഉണ്ട്. ഫസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പാരഗ്രാഫ് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഐ ഹാവ് റൈറ്റ് എ കൺക്ലൂഷൻ ഇൻ ദിസ്. ഇതിലൊരു കൺക്ലൂഷനില്ല, നമ്മൾ ആദ്യത്തെ ഒരു 3 പാരഗ്രാഫാണ് ഇതിൽ കാണാനായിട്ട് സാധിക്കുന്നത്. സോ ഹൗ യു നീഡ് ടു ഇംപ്രൂവ് ദിസ്, ഇതിനകത്ത് എന്ത് ചേഞ്ച് വരുത്തുകയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഫസ്റ്റ് വി ക്യാൻ ലുക്ക് ഇൻ ടു ദ ഇൻട്രൊഡക്ഷൻ പാരഗ്രാഫ്. നമുക്ക് ആദ്യം നമ്മുടെ ഇൻട്രൊഡക്ഷൻ ഒന്ന് നോക്കാം. സോ ഇറ്റ് സ്റ്റാർട്ട് വിത്ത് എ ക്യാച്ചി ജനറൽ സ്റ്റേറ്റ്മെൻറ്റ്. ഒരു ജനറൽ സ്റ്റേറ്റ്മെൻറ്റ് വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ഐ നോ യു ഹാവ് ഓൾറെഡി നോൺ ഹൗ ടു റൈറ്റ് ദാറ്റ്. എങ്ങനെയാണ് നിങ്ങൾക്കത് എഴുതേണ്ടതെന്ന് ഓൾറെഡി അറിയാം, ബിക്കോസ് വി ഹാവ് ഡിസ്കസ് ഇറ്റ് ഇൻ അവർ പ്രീവിയസ് സെഷൻസ്. നിങ്ങൾ ആ ഒരു സെഷൻസ് കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ യു ഹാവ് ടു വാച്ച് ദാറ്റ് സെഷൻ. ഇറ്റ് വിൽ ബി ഗിവൺ ഇൻ ദ ഡിസ്ക്രിപ്ഷൻ ബോക്സ്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് അതുവഴി വാച്ച് ചെയ്യാനായിട്ട് സാധിക്കും ഒരു ഇൻട്രൊഡക്ഷൻ, ഒരു ജനറൽ സ്റ്റേറ്റ്മെൻറ്റ് എങ്ങനെയാണ് പെർഫെക്റ്റ് ആയിട്ട് റൈറ്റ് ചെയ്യേണ്ടത് എന്നുള്ളത്. സോ വി ക്യാൻ ലുക്ക് ഇൻ ടു ദ തീസിസ് സ്റ്റേറ്റ്മെൻറ്റ്. നമ്മൾ തീസിസിലേക്ക് നോക്കുകയാണെങ്കിൽ ഇൻ ദ തീസിസ് സ്റ്റേറ്റ്മെൻറ്റ് യു ഹാവ് ടു പ്രൊവൈഡ് യുവർ ഒപ്പീനിയൻ, അല്ലെങ്കിൽ നിങ്ങൾ എന്താണ് ആ ഒരു എസ്സേ വെച്ച് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് ക്ലിയർ ആയിട്ട് നിങ്ങളുടെ തീസിസ് സ്റ്റേറ്റ്മെൻറ്റിൽ നിങ്ങൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവണം. സോ ഹിയർ in this essay, I will outline the perceived drawbacks and the benefits of foreign education and explain why I feel it has more significant advantages.
സോ നമ്മൾ ഈ ഒരു എസ്സേയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് എന്തൊക്കെ അഡ്വാൻറ്റേജസ് ആണുള്ളത്, അതായത് ഫോറിൻ എഡ്യൂക്കേഷൻ വഴി കിട്ടുന്ന അഡ്വാൻറ്റേജസിൻ്റെയും ഡ്രോബാക്സിൻ്റെയും കാര്യമാണ്. അതായത് ഇതിന് എന്തൊക്കെ ഗുണങ്ങളും എന്തൊക്കെ ദോഷങ്ങളുമാണുള്ളത്. ദാറ്റ് ഈസ് വിച്ച് വി ആർ ഗോൺ ഡിസ്കസ് ഇൻ ദിസ് എസ്സേ. സോ അതിൻ്റെ ഒരു ക്ലിയർ ആയിട്ടുള്ളൊരു തീസിസ് സ്റ്റേറ്റ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സോ ഇറ്റ് ഈസ് ഓക്കെ. നമ്മൾ ഈ ഒരു ഇൻട്രൊഡക്ഷൻ പാരഗ്രാഫ് വായിക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് ക്ലിയർ എന്താണ് നമ്മൾ പറയാൻ പോകുന്നത്, അല്ലെങ്കിൽ നമ്മുടെ തീസിസ് എന്താണ്, നമ്മൾ എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് ക്ലിയർ ആയിട്ടും അതിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സോ ദെൻ വി ആർ മൂവിങ് ടു ദ ബോഡി പാരഗ്രാഫ്. നമ്മൾ ഫസ്റ്റ് ബോഡി പാരഗ്രാഫിലേക്ക് പോവുകയാണ്. സോ നമ്മുടെ ആദ്യത്തെ പോയിന്റ് നോക്കുകയാണ്. ദ ഡ്രോബാക്സ് ഓഫ് ഇറ്റ് ബീയിങ് വെരി എക്സ്പെൻസീവ് കനോട്ട് ബി ഓവർലുക്ക്ഡ്. അതായത് നമ്മൾ ഈ ഒരു ഫോറിൻ എഡ്യൂക്കേഷൻ ഭയങ്കര എക്സ്പെൻസീവ് ആണ് എന്നുള്ള ഒരു കാര്യം നമുക്ക് വിട്ടുകളയാനായിട്ട് സാധിക്കില്ല. സോ ദിസ് ഈസ് അവർ പോയിന്റ്. നമ്മുടെ ഒരു ടോപ്പിക് സെൻറ്റൻസ് ആണ് ഈ കൊടുത്തിട്ടുള്ളത്. നമ്മൾ എന്തിനെ പറ്റിയിട്ടാണ് പറയാൻ പോകുന്നതെന്ന്. ആഫ്റ്റർ ദാറ്റ് നമ്മൾ അതിൻ്റെ എഫക്റ്റ് ആയിട്ടുള്ള ഒരു ഇലാബറേറ്റഡ് ഫോം കൊടുത്തിട്ടുണ്ട്. ഇഫ് യു guys don't know what the effect is, you can watch the previous sessions. ഒരു എഫക്റ്റ് എങ്ങനെയാണ് റൈറ്റ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ലിസ്റ്റിംഗ് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആസ് യു ഹാവ് ഓൾറെഡി വാച്ച് ദാറ്റ് യു നോ ഹൗ ടു റൈറ്റ് ദ ടോപ്പിക് സെൻറ്റൻസ്, ദെൻ അതിനെ എഫക്റ്റ് ലിസ്റ്റിംഗ് എന്നുള്ള രീതിയിൽ എങ്ങനെ നമുക്കൊരു എക്സ്പ്ലനേഷൻ എക്സാമ്പിളിലേക്ക് പോകാം എന്നുള്ളത് നമ്മൾ പ്രീവിയസ് സെഷൻസിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ അഖില, ഗുഡ് ആഫ്റ്റർനൂൺ. ഐ ഹോപ്പ് യു ഹാവ് ഓൾറെഡി വാച്ച് ദാറ്റ് സെഷൻ. സോ നമ്മൾ അതിൻ്റെ ഒരു എഫക്റ്റ് ദെൻ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ദ മെജോറിറ്റി ഓഫ് ഫോറിൻ യൂണിവേഴ്സിറ്റീസ് ഹാവ് നോട്ട് ഓൺലി ഹൈ കോഴ്സ് ഫീസ് ബട്ട് ഓൾസോ എക്സ്പെൻസീവ് അക്കോമഡേഷൻ ആൻഡ് അതർ അമ്യൂണിറ്റീസ് വിച്ച് ടുഗദർ ലീഡ്സ് ടു സോറി ഹൈ പ്രൈസ്ഡ് എഡ്യൂക്കേഷൻ. സോ കറക്റ്റ് ആയിട്ടുള്ള അതിൻ്റെ ഒരു എഫക്റ്റ് പറഞ്ഞിട്ടുണ്ട്, എന്തിനൊക്കെയാണ് നമുക്ക് പൈസ ചിലവാകുക എന്നുള്ളത്. For example, a business administration course at London University would cost 20 times the same course at Islamabad University in Pakistan. ഒരു പ്രോപ്പറായിട്ട് ഒരു എക്സാമ്പിളും പ്രൊവൈഡ് ചെയ്തു. അതായത് ഒരു ലണ്ടൻ യൂണിവേഴ്സിറ്റിയിൽ നമ്മുടെ നാട്ടിൽ പഠിക്കുന്നതിനേക്കാളും 20 ടൈംസ് കൂടുതൽ ഫീസ് നമ്മൾ പേ ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ടെന്ന്. ആൻഡ് ദ കൺക്ലൂഷൻ സെൻറ്റൻസ്, അതായത് ബോഡി പാരഗ്രാഫ് കൺക്ലൂഡ് ചെയ്തിട്ടുണ്ട്. Therefore, the hefty cost of the course in foreign countries is the major drawback of education here. സോ നമ്മൾ ക്ലിയർ ആയിട്ടും ഒരു പാരഗ്രാഫ് കൺക്ലൂഷൻ കൊടുത്തിട്ടുണ്ട്. സോ നമ്മൾ ഇതിൽ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം നമ്മൾ കാര്യമായിട്ട് എന്താണ് നമ്മൾ ഈ ഒരു പാരഗ്രാഫിൽ ഉദ്ദേശിച്ചിട്ടുള്ളത് എന്നൊരു പാരഗ്രാഫ് കൺക്ലൂഷൻ കൊടുത്തു. ബട്ട് യു ഹാവ് റിപ്പീറ്റഡ് ദ ഐഡിയ. ഇതിലെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഈ ഒരു പാരഗ്രാഫിൽ ഓൾറെഡി എഴുതിയിട്ടുള്ള ഐഡിയ റിപ്പീറ്റ് ചെയ്തിരിക്കുകയാണ് ചെയ്യുന്നത്. അല്ലാതെ ഇതുവഴി ഒരു പുതിയൊരു ഐഡിയ നിങ്ങൾ ഒരിക്കലും ജനറേറ്റ് ചെയ്തിട്ടില്ല. യു ഹാവ് റിട്ടൺ ഇൻ ദാറ്റ് പാരഗ്രാഫ്. ഈ ഒരു പാരഗ്രാഫിൽ നിങ്ങൾ ഓൾറെഡി എഴുതിയിട്ടുള്ള കാര്യം റിപ്പീറ്റ് ചെയ്തേക്കുവാണ് നിങ്ങളിവിടെ ചെയ്തിട്ടുള്ളത്. ബട്ട് ഇഫ് യു ആർ എയിമിങ് ഫോർ എ മച്ച് ഹയർ ബാൻഡ്, നിങ്ങളൊരു ഹയർ ബാൻഡ് ആണ് എയിം ചെയ്യുന്നതെങ്കിൽ യു നീഡ് ടു ഇലാബറേറ്റ് ദാറ്റ്. അതായത് ഈ ഒരു രീതിയിൽ എഴുതിയാൽ ഒരിക്കലും നിങ്ങൾക്ക് നിങ്ങളുടെ ബാൻഡ് സ്കോർ ഇൻക്രീസ് ചെയ്യാനായിട്ട് സാധിക്കില്ല. സോ നമുക്കിത് എങ്ങനെ ചേഞ്ച് വരുത്താം, അതാണ് നമുക്ക് നോക്കേണ്ടത്. സോ അവർ ഫസ്റ്റ് സെൻറ്റൻസ്, നമ്മുടെ ടോപ്പിക് സെൻറ്റൻസ് എന്ന് പറയുന്നത് ദ ഡ്രോബാക്ക് ഓഫ് ഇറ്റ് ബീയിങ് വെരി എക്സ്പെൻസീവ് കനോട്ട് ബി ഓവർലുക്ക്ഡ്. ഇതായിരുന്നു നമ്മൾ ഈ ഒരു പാരഗ്രാഫിൽ എഴുതിയ ഐഡിയ എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു പാരഗ്രാഫ് കൺക്ലൂഷനാണ് നമ്മൾ കൊടുത്തത്. Therefore, the hefty cost of course in foreign countries is a major drawback of education here. So നമ്മൾ നമ്മുടെ ഐഡിയ പറഞ്ഞിട്ടുണ്ട്. സോ ഐ ഹാവ് റീറൈറ്റ് ദാറ്റ് സെൻറ്റൻസ്. ആ ഒരു സെൻറ്റൻസ് ഞാൻ റീറൈറ്റ് ചെയ്തിട്ടുണ്ട്. ദ ഗ്രേറ്റർ ദ കോസ്റ്റ്, അതായത് നമ്മൾ ഫസ്റ്റ് കൊടുത്തേക്കുന്ന ടോപ്പിക് സെൻറ്റൻസിൻ്റെ ആ ഒരു ഐഡിയ ആണ് അവിടെ നമ്മൾ ഇലാബറേറ്റ് ചെയ്തേക്കുന്നത്, അല്ലെങ്കിൽ ആ ഒരു ഐഡിയ ആണ് നമ്മൾ ഒന്നും കൂടി പറഞ്ഞിട്ടുള്ളത്. നമ്മൾ റിപ്പീറ്റേഷൻ കൊടുത്തേക്കുന്നത് ദ ഗ്രേറ്റർ ദ കോസ്റ്റ്, അതായത് കോസ്റ്റ് കൂടുന്ന അനുസരിച്ച് the more financial stress is placed on the student and possibly even the family. അതായത് നമ്മൾ പറഞ്ഞു നമ്മളൊരു ഫൈനാൻഷ്യൽ സ്ട്രെസ് സ്റ്റുഡൻറ്റിലും അതുപോലെ തന്നെ ഫാമിലിയിലും അത് കാരണം ഉണ്ടാവുന്നുണ്ട്. അതായത് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്ന ഐഡിയാസ് തന്നെ ഒന്നും കൂടെ റെപ്പറ്റീഷൻ പോവാതെ നമ്മൾ അതിൻ്റെ ഒരു എഫക്റ്റ് അല്ലെങ്കിൽ ആസ് എ റിസൾട്ട് എന്താണ് സംഭവിച്ചത് എന്നുള്ളതാണ് നമ്മൾ ബാക്കിയായിട്ട് കൊടുത്തിട്ടുള്ളത്. ഇഫ് യു ഹാവ് ലുക്ക് ഇൻ ടു ദ പ്രീവിയസ് സെൻറ്റൻസ്, അതായത് നമ്മൾ ഇതിന് മുന്നേ കണ്ടിട്ടുണ്ടായിരുന്ന സെൻറ്റൻസിൽ നോക്കുകയാണെങ്കിൽ ഹെഫ്റ്റി കോഴ്സ് അല്ലെങ്കിൽ എന്താണ് ഡ്രോബാക്സ് എന്നുള്ള വേർഡ്സ് ഓൾറെഡി യൂസ് ചെയ്തിരുന്നത് തന്നെ റെപ്പറ്റീഷൻ കൊടുത്തേക്കുവാണ്. ആ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്ന ഐഡിയ ഒന്നും കൂടെ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ, അല്ലാതെ വലിയ ചേഞ്ചസ് ഒന്നും നമ്മളവിടെ വരുത്തിയിട്ടില്ല. ബട്ട് നമ്മൾ ഈ ഒരു പാരഗ്രാഫിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും
നമ്മൾ അതിന് പകരമായിട്ട് നമ്മൾ ഇത് കാരണമുണ്ടായ എഫക്റ്റ് എന്താണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ആ ഒരു സെയിം ഐഡിയ റെപ്പറ്റീഷൻ കൊടുക്കാതെ അതിൻ്റെ എഫക്റ്റിലേക്ക് നമ്മൾ കൂടുതലായിട്ട് പോയി. അതിനുവേണ്ടി നമ്മളൊരു സെൻറ്റൻസ് സ്ട്രക്ചർ യൂസ് ചെയ്യുകയും ചെയ്തു. ദ ഗ്രേറ്റർ ദ കോഴ്സ് ദ മോർ ഫൈനാൻഷ്യൽ സ്ട്രെസ് ഈസ് പ്ലേസ്ഡ് ഓൺ ദ സ്റ്റുഡൻറ്റ് ആൻഡ് പോസിബിളി ഈവൻ ദ ഫാമിലി. നമ്മൾ ആ ഒരു എഫക്റ്റ് എന്താണെന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് അവിടെ പറഞ്ഞു. ബൈ ദിസ് മെത്തേഡ് യു ക്യാൻ കൺക്ലൂഡ് യുവർ പാരഗ്രാഫ്. നിങ്ങൾക്ക് നിങ്ങളുടെ ബോഡി പാരഗ്രാഫ് കൺക്ലൂഡ് ചെയ്യാനായിട്ട് ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ തന്നെ ദിസ് ഈസ് നോട്ട് സ്ട്രിക്റ്റ്, ഇങ്ങനെ ചെയ്യണമെന്ന് നിർബന്ധമുണ്ടെന്നല്ല. ബട്ട് യു ക്യാൻ യൂസ് എ ഗ്രാമാറ്റിക്കൽ സ്ട്രക്ചർ ഫോർ ദിസ് സെൻറ്റൻസ് ആൻഡ് യു ക്യാൻ ഇലാബറേറ്റ് യുവർ ഐഡിയ. അതുവഴി നിങ്ങൾക്ക് ടാസ്ക് അച്ചീവ്മെൻറ്റിൻ്റെയും അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഗ്രാമാറ്റിക്കൽ റേഞ്ചിൻ്റെയും സ്കോർ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കും. Now we can move on to the second body paragraph. നമുക്ക് സെക്കൻഡ് ബോഡി പാരഗ്രാഫിൽ എന്ത് ചേഞ്ച് വരുത്താം എന്നുള്ളത് നോക്കാം. Despite this, however, the opportunity for growth is too great to pass up. അതായത് ആദ്യം നമ്മൾ ഒരു കണക്ടർ കൊടുത്തു, ദെൻ നമ്മൾ നമ്മുടെ ഐഡിയ പറഞ്ഞിട്ടുണ്ട്. ഒരു ഓപ്പർച്യൂണിറ്റിയുടെ കാര്യമാണ് നമ്മൾ ഇതിൽ പറയാനായിട്ട് പോകുന്നത് എന്നുള്ളത്. Studies abroad accelerate the pace at which the individual grows as it pushes them out of their comfort zone. For example, students have to maintain a striking balance between work, education, and social life, which helps them to adapt to different circumstances of life faster as compared to their fellow students back home. Students unleash their hidden talents when subjected to unknown situations and obstacles. This should help them overcome any financial obstacle they face as a result of the course incurred. Clearly, the students experience more growth when they study overseas. So, നമ്മൾ ഈ ഒരു പാരഗ്രാഫിൽ പറഞ്ഞത് അവർ എബ്രോഡ് സ്റ്റഡി നടത്തുന്ന സമയത്ത് ഇവരുടെ ഹിഡൻ ടാലൻസ് ഒക്കെ പുറത്തെടുക്കുകയും ഇവർ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് അവരവരുടെ കാര്യങ്ങൾ അവിടെ ചെയ്യുകയും ചെയ്യുന്ന വഴി ഇവർക്ക് ഇവരുടെ ക്യാരക്ടർ അല്ലെങ്കിൽ ഇവരുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. സോ പാരഗ്രാഫ് കൺക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ക്ലിയർലി സ്റ്റുഡൻസ് എക്സ്പീരിയൻസ് മോർ ഗ്രോത്ത് വെൻ ദേ സ്റ്റഡി ഓവർസീസ്. അതായത് പുറത്ത് അബ്രോഡ് കൺട്രീസിൽ പഠിക്കുന്ന സമയത്ത് ഇവരുടെ ടാലൻസ് ഇൻക്രീസ് ചെയ്യും എന്നുള്ള കാര്യത്തിൽ ഒരു ഡൗട്ടും ഇല്ല. അത് വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമാണെന്ന്. സോ നമ്മൾ നമ്മുടെ സെക്കൻഡ് പാരഗ്രാഫ് ക്ലിയർ ആയിട്ടും ഇതിൽ എഴുതിയിട്ടുണ്ട്. ദെൻ ഹൗ വി ക്യാൻ ചേഞ്ച് ദിസ് ബോഡി പാരഗ്രാഫ് കൺക്ലൂഷൻ. നമുക്ക് എങ്ങനെ ഇത് ചേഞ്ച് ചെയ്യാൻ സാധിക്കും എന്നുള്ളത്. നമ്മുടെ ഇതിലെ കീ പോയിൻ്റ് എന്ന് പറയുന്നത് ഗ്രോത്താണ്. ആ ഒരു സ്റ്റുഡൻറ്റിന് എന്ത് ഗ്രോത്ത് ഉണ്ടാവുന്നു എന്നുള്ളത്. സോ നമ്മുടെ ഓൾറെഡി റിട്ടേൺ ആയിട്ടുണ്ടായിരുന്ന പാരഗ്രാഫ് കൺക്ലൂഷൻ ഇതായിരുന്നു. ദിസ് ഷുഡ് ഹെൽപ്പ് ദം ഓവർകം എനി ഫൈനാൻഷ്യൽ ഒബ്സ്റ്റക്കിൾ ദേ ഫേസ് ആസ് എ റിസൾട്ട് ഓഫ് കോസ്റ്റ് ഇൻവേർഡ്. ക്ലിയർലി സ്റ്റുഡൻസ് എക്സ്പീരിയൻസ് മോർ ഗ്രോത്ത് വെൻ ദേ സ്റ്റഡി ഓവർസീസ്. ഇത്രയും കാര്യമായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ദെൻ ഹൗ വി ക്യാൻ ചേഞ്ച് ദി സെൻറ്റൻസ് സ്ട്രക്ചർ. ഇതിൽ എങ്ങനെ ചേഞ്ച് വരുത്താനായിട്ട് സാധിക്കും. ദ മോർ സ്റ്റുഡൻസ് ഗ്രോ ദ ബെറ്റർ എക്യുപ്പ് ദേ വിൽ ബി ടു ഹാൻഡിൽ അഡ്വേഴ്സിറ്റി. ആ ഒരു സെയിം ഐഡിയ തന്നെയാണ് പറഞ്ഞേക്കുന്നത്. നമ്മൾ ആദ്യം സ്റ്റുഡൻസ് ഗ്രോ ചെയ്യുന്നു, അവരെത്രത്തോളം വളരുന്നു, അതായത് അവരുടെ ക്യാരക്ടറിൽ എന്തൊക്കെ ചേഞ്ച് വരുന്നു എന്നുള്ള കാര്യം പറഞ്ഞു. അതിൻ്റെ എഫക്റ്റായിട്ട് എന്താണ് സംഭവിക്കുക എന്നുള്ളത് നമ്മൾ ക്ലിയർ ആയിട്ടും പറഞ്ഞു. സോ ഈ ഒരു രീതിയിലാണ് നിങ്ങൾ എഴുതുന്ന സമയത്തും ചേഞ്ച് ചെയ്ത് കൊടുക്കേണ്ടത്. യു ക്യാൻ തിങ്ക് അബൌട്ട് വാട്ട് ഈസ് ദ എഫക്റ്റ്, അല്ലെങ്കിൽ എന്ത് ചേഞ്ച് ആണ് ഇതുവഴി ഉണ്ടാവുന്നത്. ആൻഡ് യു ക്യാൻ യൂസ് ദ മോർ സ്ട്രക്ചർ ടു റൈറ്റ് ദാറ്റ് ബോഡി പാരഗ്രാഫ് കൺക്ലൂഷൻ. ഈ ഒരു സ്ട്രക്ചർ യൂസ് ചെയ്യുന്ന വഴി നിങ്ങൾക്ക് നിങ്ങളുടെ ഗ്രാമാറ്റിക്കൽ റേഞ്ചിൻ്റെ സ്കോർ ഇവിടെ ഇൻക്രീസ് ചെയ്യാനായിട്ട് സാധിക്കും. സോ ഈ ഒരു സ്ട്രക്ചർ നമ്മൾ പറയുന്നത് ദ കോറിലേറ്റീവ് കമ്പാരറ്റീവ്, അതായത് കോറിലേറ്റീവ് കമ്പാരറ്റീവ് എങ്ങനെയാണ് കമ്പയർ ചെയ്ത് കാര്യങ്ങൾ പറയുക. സോ ഇതിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണ് നിങ്ങളിത് എഴുതേണ്ടത് എന്നുള്ളത്. സോ ദ മോർ ദെൻ അതിനുശേഷം നിങ്ങൾക്ക് എന്ത് കൊടുക്കാം, നിങ്ങളുടെ സബ്ജക്റ്റ് പ്രൊവൈഡ് ചെയ്യാം, അതിനെ സപ്പോർട്ട് ചെയ്യുന്ന വേർബ് പ്രൊവൈഡ് ചെയ്യുക. ആഫ്റ്റർ ദാറ്റ് യു ഹാവ് ടു പുട്ട് എ കോമ, ഒരു കോമ ഇടുക. ദെൻ ദ വെച്ചിട്ട് എഗെയിൻ ദ സെക്കൻഡ് ഐഡിയ സ്റ്റാർട്ട് ചെയ്യുക. ആഫ്റ്റർ ദാറ്റ് യു ക്യാൻ യൂസ് കമ്പാരിറ്റീവ് അഡ്ജക്റ്റീവ്, നിങ്ങളുടെ കമ്പാരിറ്റീവ് ആയിട്ടുള്ള അഡ്ജക്റ്റീവ് യൂസ് ചെയ്യുക. അഡ്ജക്റ്റീവ് എന്താണെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. നമ്മുടെ സബ്ജക്റ്റിൻ്റെ ഒരു ക്വാളിറ്റി കാണിക്കാനായിട്ട് യൂസ് ചെയ്യുന്നതാണ്. സബ്ജക്റ്റിനെ സപ്പോർട്ട് ചെയ്യുന്ന വേർഡിനെയാണ് നമ്മൾ അഡ്ജക്റ്റീവ് എന്ന് പറയുന്നത്, ഹൈലൈറ്റ് ചെയ്യാനായിട്ട്. Then you can again use your subject and verb. I have given some examples here. ഈ ഒരു എക്സാമ്പിൾ നോക്കുമ്പോൾ കുറച്ചും കൂടി ക്ലിയർ ആവും. ഫസ്റ്റ് നമ്മൾ കൊടുത്തിട്ടുണ്ട് ദ മോർ വി പ്രാക്ടീസ്, നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നു. സോ വി എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റ് ഇവിടെ ഫോം ചെയ്തിട്ടുണ്ട്. ദെൻ പ്രാക്ടീസ് എന്ന് പറയുന്ന ഒരു വേർബും കൊടുത്തിട്ടുണ്ട്. ദെൻ നമ്മൾ കോമ കൊടുത്തു. ഇത് ഈസിയർ ഇറ്റ് ഗെറ്റ്സ്, ഇത് കോറിലേറ്റീവ് അഡ്ജക്റ്റീവ് ആയിട്ടുള്ള നമ്മൾ ഈസിയർ കൊടുത്തു. ദെൻ സബ്ജക്റ്റ് ആയിട്ടുള്ള ഇറ്റ് ഉണ്ട് ആൻഡ് ഗെറ്റ് ആയിട്ടുള്ള വേർബും കൊടുത്തിട്ടുണ്ട്.
സോ ഈ ഒരു രീതിയിലാണ് നിങ്ങൾ നിങ്ങളുടെ സെൻറ്റൻസ് യൂസ് ചെയ്യേണ്ടത്. ഈ ടൈപ്പിൽ മാത്രമല്ല, നമുക്ക് ഇതിൽ ചെറിയ ചേഞ്ചസ് വരുത്തിയതിന് പല സ്ട്രക്ചേഴ്സ് ഉണ്ട്. അടുത്ത സെൻറ്റൻസ് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്കത് കാണാം. ദ ഓൾഡർ വി ഗെറ്റ് ദ ഈസിയർ ഇറ്റ് ബിക്കംസ് ടു ഇൻകോർപ്പറേറ്റ് ന്യൂ ഇൻഫർമേഷൻ. സോ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ നമ്മൾ കോറിലേറ്റീവ് അഡ്ജക്റ്റീവ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. ആഫ്റ്റർ ദാറ്റ് നമ്മൾ സബ്ജക്റ്റും വേർബും പ്രൊവൈഡ് ചെയ്തു. ദെൻ സെക്കൻഡ് സെൻറ്റൻസിൽ നമ്മൾ ചെയ്തിട്ടുള്ളത് കോറിലേറ്റീവ് അഡ്ജക്റ്റീവ് കമ്പാരിറ്റീവ് അഡ്ജക്റ്റീവ് നമ്മൾ യൂസ് ചെയ്തു. ദെൻ എന്ത് ചെയ്തു? സബ്ജക്റ്റ് കൊടുത്തു, അതിനുശേഷം വേർബ് കൊടുത്തു. അതായത് രണ്ട് സൈഡിലും നമ്മൾ കമ്പാരിറ്റീവ് അഡ്ജക്റ്റീവ് യൂസ് ചെയ്യുന്ന രീതിയിലാണ് പോയിട്ടുള്ളത്. ബട്ട് സെക്കൻഡ് സെൻറ്റൻസിൽ നോക്കുകയാണെങ്കിൽ സെക്കൻഡ് ക്ലോസിൽ മാത്രമേ നമ്മളത് യൂസ് ചെയ്തിട്ടുള്ളൂ. സോ ഈ രണ്ട് രീതിയിലും നിങ്ങൾക്കിത് റൈറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇത് പെട്ടെന്ന് കാണുമ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും. ബട്ട് യു നീഡ് ടു ഹാവ് കോൺസ്റ്റൻറ്റ് പ്രാക്ടീസ്. നിങ്ങൾക്ക് കോൺസ്റ്റൻറ്റ് പ്രാക്ടീസ് ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു രീതിയിലേക്ക് നിങ്ങളുടെ റൈറ്റിങ്ങിനെ കൺവേർട്ട് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. വി ക്യാൻ ലുക്ക് ഇൻ ടു ഫർദർ എക്സാമ്പിൾസ്. കുറച്ചും കൂടി നമുക്ക് എക്സാമ്പിൾസ് നോക്കുമ്പോൾ കാര്യങ്ങൾ കുറച്ചും കൂടി ക്ലിയർ ആവും. The first one is, the more governments invest in education now, the greater the rewards they will reap in the future. ഗവൺമെൻറ് എത്രത്തോളം എഡ്യൂക്കേഷനിൽ ഇപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യുന്നോ അതിനനുസരിച്ച് ഫ്യൂച്ചറിൽ അവർക്ക് റിവാർഡ്സ് ഉണ്ടാവും. The second one, the more we invest in space travel, the greater potential for technological advances there will be. നമ്മൾ എത്രത്തോളം സ്പേസ് ട്രാവലിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നോ അതിനനുസരിച്ച് നമുക്ക് ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റ് ഫ്യൂച്ചറിൽ ഉണ്ടാകും, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള പൊട്ടൻഷ്യൽ നമുക്കുണ്ടാവും. And the third one is, the greater the cost, the greater the financial stress is to the student or the family. നമ്മൾ എത്രത്തോളം പൈസ ചിലവാക്കുന്നുവോ അതിനനുസരിച്ചുള്ള ഫൈനാൻഷ്യൽ സ്ട്രെസ് സ്റ്റുഡൻറ്റിനും ഫാമിലിക്കും ഉണ്ടാവും. ഈ രീതിയിലുള്ള ടോപ്പിക്സാണ് നമുക്ക് IELTS റൈറ്റിങ്ങിൽ കിട്ടിയിരുന്നത്. സോ ആ രീതിയിലുള്ള സെൻറ്റൻസുകൾ നമുക്ക് ഇതുപോലെ കൺസ്ട്രക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കണം. സോ യു ക്യാൻ യൂസ് കോറിലേറ്റീവ് കമ്പാരിറ്റീവ് ഫോർ റൈറ്റിംഗ് ദ ബോഡി പാരഗ്രാഫ് കൺക്ലൂഷൻ എന്ന് കരുതിയിട്ട് നിങ്ങൾ പാരഗ്രാഫ് കൺക്ലൂഷൻ എഴുതാൻ വേണ്ടിയിട്ട് മാത്രം ഈ സ്ട്രക്ചർ യൂസ് ചെയ്യാവോ എന്നൊരു നിർബന്ധവും ഇല്ല. യു ക്യാൻ യൂസ് ഇറ്റ് ടു റൈറ്റ് യുവർ എക്സ്റ്റെൻഡഡ് ഫോം. അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ ഐഡിയ ഇലാബറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ സെൻറ്റൻസ് സ്ട്രക്ചർ യൂസ് ചെയ്യാം. യു ക്യാൻ ഓൾസോ യൂസ് ഇറ്റ് ഇൻ ദ എക്സാമ്പിൾസ്. നിങ്ങൾക്ക് എക്സാമ്പിൾസ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് വേണമെങ്കിലും ഈ സെൻറ്റൻസ് സ്ട്രക്ചർ യൂസ് ചെയ്യാം. ഞാനിപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് നിങ്ങളോട് പറഞ്ഞു എന്നേ ഉള്ളൂ. നിങ്ങൾക്ക് ബോഡി പാരഗ്രാഫ് കൺക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു സെൻറ്റൻസ് യൂസ് ചെയ്യാമെന്നുള്ളത്. ബട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ എക്സ്പാൻഡഡ് ഫോം, അതായത് ഇലാബറേറ്റഡ് ഫോമിൽ വേണമെങ്കിലും എക്സാമ്പിൾസിൽ വേണമെങ്കിലും ഇത് യൂസ് ചെയ്യാവുന്നതാണ്. സോ ഈ ഒരു രീതിയിൽ നിങ്ങൾ നിങ്ങളുടെ റൈറ്റിംഗ് കൺവേർട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. So here are few more examples. കുറച്ചും കൂടി എക്സാമ്പിൾസ് ആണിത്. The harder the task is, the more one can learn from it. ഒരു ടാസ്ക് എത്രത്തോളം ഹാർഡഡ് ആവുന്നോ അതിനനുസരിച്ച് അതിൽ നിന്ന് നമുക്ക് കാര്യങ്ങൾ പഠിക്കാനായിട്ട് സാധിക്കും. ഓക്കെ ശാലു, I hope this is clear for you. The less governments invest in education, the harder it will be to compete economically. ഗവൺമെൻറ് എത്രത്തോളം കുറച്ച് എഡ്യൂക്കേഷനിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നോ അതിനനുസരിച്ച് നമ്മൾ എക്കണോമിക്കലി ബാക്കിലേക്ക് പോവുകയാണ്, അല്ലെങ്കിൽ എക്കണോമിക്കലി നമുക്ക് കോമ്പീറ്റ് ചെയ്യാൻ അവിടെ ബുദ്ധിമുട്ട് തോന്നും. The less time parents are able to spend with their children, the more rebellious the children will be. ആ ഒരു പേരൻസ് കുട്ടികളോട് ടൈം സ്പെൻഡ് ചെയ്യുന്നത് കുറയുന്നതനുസരിച്ച്, അതായത് ആ ഒരു പേരൻറ്റിങ്ങിലെ ഫോൾട്ട് അനുസരിച്ച് കുട്ടികൾ അത്രത്തോളം റിബല്ലിയസ് ആകുന്നു. The more we encourage children to be brave, the less fear they will experience as they get older. നമ്മൾ കുട്ടികളെ എത്രത്തോളം ബ്രേവ് ആവാൻ എൻകറേജ് ചെയ്യുന്നോ അതിനനുസരിച്ച് അവർ ഓൾഡർ ആവുന്ന സമയത്ത്, അവർ വളരുന്ന സമയത്ത് അവർക്ക് ഫിയർ കുറവായിരിക്കും. സോ ഈ ഒരു രീതിയിലാണ് നിങ്ങൾ നിങ്ങളുടെ ഐഡിയയിൽ ഈ ഒരു സെൻറ്റൻസ് സ്ട്രക്ചർ യൂസ് ചെയ്യേണ്ടത്. ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. ഓക്കെ അഖില, താങ്ക് യു. സോ ഇത് ക്ലിയർ ആണെന്നുള്ളതിൽ എനിക്ക് ക്ലിയർ ആണെന്ന് ഞാൻ കരുതുന്നു. സോ ഇനി ഇതിൽ വരുന്ന കുറച്ച് കോമൺ എറേഴ്സ് ഉണ്ട്. നോർമലി ഞാൻ പല സ്റ്റുഡൻസിൻ്റെയും പേപ്പറിൽ കണ്ടിട്ടുണ്ട് ഇതിൽ കുറച്ച് എറേഴ്സ് വരുന്നതായിട്ട്. അതായത് ഇത് റൈറ്റ് ചെയ്യുന്ന സമയത്ത് കോമൺ ആയിട്ട് കാണുന്ന കുറച്ച് എറേഴ്സ് ഉണ്ട്. ഒന്നെന്ന് പറയുന്നത്, നമ്മളിവിടെ കമ്പാരിറ്റീവ് ഡിഗ്രിയാണ് യൂസ് ചെയ്യുന്നത്. സോ മോർ ഹാർഡ് എന്നതിന് പകരമായിട്ട് നിങ്ങൾക്ക് എന്താണ് ശരിക്കും കൊടുക്കേണ്ടതെന്ന് പറയേണ്ടത് ഹാർഡർ. അത് മോർ ഹാർഡ് എന്നല്ല നിങ്ങൾ പറയേണ്ടത്, ഹാർഡർ കമ്പാരിറ്റീവ് ഡിഗ്രിയിലേക്ക് തന്നെ മാറ്റി കൊടുക്കുക. അതുപോലെ ഇതിപ്പോൾ ഹെവിയർ എന്ന് പറയുന്ന വേർഡ് ഓൾറെഡി കമ്പാരിറ്റീവ് ഡിഗ്രിയാണ്. സോ യു ഹാവ് ടു റൈറ്റ് മോർ ഹെവി, ബട്ട് അതിനേക്കാളും നല്ലത് മോർ എന്നുള്ള വേർഡ് അവോയ്ഡ് ചെയ്തിട്ട് ഇത് ഹെവിയർ എന്ന് പറയുന്നതാണ്. സോ ഈ ഒരു രീതിയിൽ നിങ്ങൾ റൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അതായത് ഓൾറെഡി കമ്പാരിറ്റീവ് ഡിഗ്രിയുടെ കൂടെ പിന്നെ മോർ കൊടുക്കേണ്ട ആവശ്യമില്ല. സോ നിങ്ങൾ വേർഡ്സ് യൂസ് ചെയ്യുമ്പോൾ ഫാസ്റ്റർ, സ്ലോവർ, ഹെവിയർ, ഹാർഡർ ഇതുപോലത്തെ വേർഡ്സ് ആണ്. അതായത് കമ്പാരിറ്റീവ് ഡിഗ്രിയിലേക്ക് നിങ്ങളുടെ അഡ്ജക്റ്റീവ് ചേഞ്ച് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ കൂടെ പിന്നെയും മോർ പ്രൊവൈഡ് ചെയ്യേണ്ട കാര്യമില്ല. മോർ പ്ലസ് അഡ്ജക്റ്റീവ് ആണ് നമ്മൾ കമ്പാരിറ്റീവ് ഡിഗ്രി ആയിട്ട് അവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. സോ അതിൻ്റെ ഫ്രണ്ടിൽ വീണ്ടും നിങ്ങൾ മോർ എന്നൊരു വേർഡ്
ഫോളോ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഈ യൂസ് ചെയ്തിട്ടുള്ള സ്ട്രക്ചർ കംപ്ലീറ്റ്ലി തെറ്റാണ്. സോ നിങ്ങൾ ഇതിൽ യൂസ് ചെയ്തതും പോരാഞ്ഞിട്ട് അതിൽ നിങ്ങൾ മിസ്റ്റേക്കും കൂടെ കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും നിങ്ങളുടെ ബാൻഡ് സ്കോർ ഇൻക്രീസ് ചെയ്യാനായിട്ട് സാധിക്കില്ല. സോ യു ഷുഡ് സ്ട്രിക്ട്ലി ഫോളോ ദിസ്. നിങ്ങളിത് കറക്റ്റായിട്ടും ശ്രദ്ധിക്കണം. നിങ്ങൾ കമ്പാരിറ്റീവ് ഡിഗ്രിയാണ് ഫോളോ ചെയ്യുന്നത് അഡ്ജക്റ്റീവിൻ്റെ. സോ ഒരു കാരണവശാലും അതിന് മുന്നിൽ മോർ എന്നൊരു വേർഡ് കൊടുക്കാൻ പാടില്ല. ആ മോറും അഡ്ജക്റ്റീവും കൂടെ കമ്പാരിറ്റീവ് ഡിഗ്രിയിലേക്ക് കൺവേർട്ട് ആവുന്നതിനെയാണ് നമ്മൾ ഹാർഡർ, ഹെവിയർ അല്ലെങ്കിൽ ഫാസ്റ്റർ എന്നൊക്കെയുള്ള വേർഡ്സ് വെച്ചിട്ട് നമ്മൾ കൊടുത്തിട്ടുള്ള ആ ഒരു അഡ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. സോ ദിസ് ഈസ് ആൻ എക്സാമ്പിൾ ഫോർ ആൻ എസ്സേ പ്രോംപ്റ്റ്. ഒരു എക്സേ പ്രോംപ്റ്റിൻ്റെ ഒരു എക്സാമ്പിളാണ് ഞാൻ ഈ കാണിച്ചിട്ടുള്ളത്. ഇതിൽ ഞാൻ ക്ലിയർ ആയിട്ടും ആ ഒരു കമ്പാരിറ്റീവ് കോറിലേറ്റീവ് ഡിഗ്രി ഞാൻ കറക്റ്റായിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. സോ ഇഫ് യു നീഡ് ടു റീഡ് ദിസ്, നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ പോസ് ചെയ്തിട്ട് ഇത് റീഡ് ചെയ്യാവുന്നതാണ്. സോ here is some few more examples. The longer we rely on these kinds of punishment, the longer children will continue their delinquent behavior. The more carefully we consider how we discipline children, the brighter the future they will have. സോ ഈ ഒരു രീതിയിലേക്ക് നിങ്ങളുടെ സെൻറ്റൻസ് സ്ട്രക്ചർ നിങ്ങൾ ഇൻക്രീസ് ചെയ്ത് കൊണ്ടുവരണം. ഫോർ ദാറ്റ് യു നീഡ് കോൺസ്റ്റൻറ്റ് പ്രാക്ടീസ്. സോ ഒരു കാരണവശാലും നിങ്ങൾ ഒരു ഡേ പോലും ഇതിൽ നിന്നൊരു ബ്രേക്ക് എടുക്കാനായിട്ട് പാടില്ല. യു നീഡ് കോൺസ്റ്റൻറ്റ് പ്രാക്ടീസ് ഫോർ ദിസ്. സോ ഡെയിലി ബേസിസിൽ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ മാത്രമേ യു ക്യാൻ ഇംപ്രൂവ് യുവർ സെൻറ്റൻസ് സ്ട്രക്ചർ ആസ് വെൽ ആസ് ദ വൊക്കാബുലറി. നിങ്ങളുടെ വൊക്കാബുലറിയും സെൻറ്റൻസ് സ്ട്രക്ചറും നിങ്ങൾക്ക് ഇംപ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. സോ ഇഫ് യു ആർ പ്രാക്ടീസിങ്, നിങ്ങൾ ഓൾറെഡി പ്രാക്ടീസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ യു ക്യാൻ അറ്റൻഡ് അവർ സിമുലേഷൻ ടെസ്റ്റ്. സോ നിങ്ങൾക്ക് എവിടെയാണ് ഫീഡ്ബാക്ക് വേണ്ടതെന്ന് നമുക്ക് കറക്റ്റായിട്ട് പ്രൊവൈഡ് ചെയ്യാനായിട്ട് സാധിക്കും. ബട്ട് ഇഫ് യു നീഡ് അസിസ്റ്റൻസ് ഫോർ യുവർ പ്രാക്ടീസ്, നിങ്ങളുടെ പ്രാക്ടീസിന് അസിസ്റ്റൻസ് വേണമെങ്കിൽ യു ക്യാൻ ഡയറക്റ്റ്ലി ടേക്ക് അഡ്മിഷൻ ഇൻ യുവർ അക്കാഡമി. ബിക്കോസ് നമ്മുടെ അക്കാഡമി വഴി നിങ്ങൾക്ക് ഇതുപോലുള്ള ടിപ്സ് ആൻഡ് ട്രിക്സ് നമുക്ക് പറഞ്ഞു തരാനായിട്ട് സാധിക്കും. ആക്ച്വലി ദിസ് ഈസ് എൻഹാൻസിങ് യുവർ ലാംഗ്വേജ്. നിങ്ങളുടെ ലാംഗ്വേജ് എങ്ങനെയാണ് എൻഹാൻസ് ചെയ്യേണ്ടത് എന്ന് നമുക്ക് സപ്പോർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. സോ ഐ നോ ടുഡേ ഈസ് ക്രിസ്മസ്, ഇന്ന് ക്രിസ്മസ് ആണെന്ന് എനിക്കറിയാം. ബട്ട് ഡോണ്ട് ബ്രേക്ക് യുവർ പ്രാക്ടീസ്. നിങ്ങളുടെ പ്രാക്ടീസ് ഒരു കാരണവശാലും മുടക്കാൻ പാടില്ല. നിങ്ങൾ ഒരു 1 or 2 അവറെങ്കിലും ഇതിനു വേണ്ടി കണ്ടെത്തി ഡെയിലി പ്രാക്ടീസ് ചെയ്യുക. ബിക്കോസ് ഒരു ക്രിസ്മസ് ഹോളിഡേയ്സ് വരുന്ന ആ ഒരു ടൈം എന്ന് പറയുമ്പോൾ പലരും ആ ഒരു സെലിബ്രേഷൻ മോഡിലേക്ക് ചേഞ്ചായി പോകും. ബട്ട് ഒരു കാരണവശാലും അങ്ങനെ ഉണ്ടാകാൻ പാടില്ല. ബിക്കോസ് ആഫ്റ്റർ ദ ബ്രേക്ക് യു വിൽ ഫേസ് സം സഫറിങ്. അതിനുശേഷം നിങ്ങൾ തന്നെയായിരിക്കും ആ ഒരു സഫറിങ് ഫേസ് ചെയ്യുക. ബിക്കോസ് ആ ഒരു പേസിൽ നിന്ന് നിങ്ങൾ പുറത്ത് വന്നു കഴിഞ്ഞാൽ അതിലേക്ക് തിരിച്ചു പോകുക എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. സോ യു നീഡ് കോൺസ്റ്റൻറ്റ് പ്രാക്ടീസ്. ഓൾവേസ് റിമെമ്പർ ദാറ്റ്. നിങ്ങൾ എന്നാൽ മാത്രമേ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു ബാൻഡ് സ്കോറിലേക്ക് നിങ്ങൾക്ക് എത്താനായിട്ട് സാധിക്കുകയുള്ളൂ. ഇഫ് യു ആർ സ്റ്റക്ക് അറ്റ് 6.5 യു ക്യാൻ പ്രാക്ടീസ് ദിസ്. നിങ്ങൾ 6.5 സ്റ്റക്കായിട്ട് നിൽക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്കിത് ഡെയിലി പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. ബൈ ദാറ്റ് യു ക്യാൻ ഇംപ്രൂവ് യുവർ സ്കോർ. ബാൻഡ് സ്കോർ നിങ്ങൾക്ക് ഇൻക്രീസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇഫ് യു നീഡ് ഫർദർ സ്റ്റെപ്സ് അല്ലെങ്കിൽ ഇതുപോലുള്ള ടിപ്സ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ യു ക്യാൻ ടേക്ക് ഡയറക്റ്റ്ലി അഡ്മിഷൻ. ആൻഡ് ഇഫ് യു നീഡ് എനി പർട്ടിക്കുലർ ടോപ്പിക് യു ക്യാൻ ആസ്ക് ദാറ്റ് ത്രൂ ദ ചാറ്റ് ബോക്സ്. ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ടോപ്പിക്കിൽ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചാറ്റ് ബോക്സ് വഴി അത് ചോദിക്കാവുന്നതാണ്. വി ക്യാൻ ഡു എ ലൈവ് സെഷൻ ഇൻ ദാറ്റ്. ആ ഒരു ടോപ്പിക്കിൽ നമുക്കൊരു ലൈവ് സെഷൻ ചെയ്യാവുന്നതാണ്. ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ ഫോർ യു. ഈ ഒരു ടോപ്പിക്ക് നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് ഞാൻ കരുതുന്നു. ഓക്കെ, സോ വൺസ് അഗെയിൻ മെറി ക്രിസ്മസ്. എല്ലാവരും എൻജോയ് ചെയ്യുക ആൻഡ് കീപ് പ്രാക്ടീസിങ്. താങ്ക് യു.